കാലിത്തീറ്റയുണ്ടാക്കാനാണെന്ന് പറഞ്ഞ് കടക്കാരിൽ നിന്നും കേടായതും ഗുണനിലവാരമില്ലാതെ ഒഴിവാക്കിയതുമായ ഭക്ഷ്യവസ്തുക്കൾ ശേഖരിച്ച് കട്ട്ലറ്റ്, എണ്ണക്കടികൾ, ഫാസ്റ്റ് ഫുഡ് എന്നിവയ്ക്കായി സ്റ്റോക്ക് ചെയ്തു വെച്ചിരുന്നത് പൂത്തതും കേടായതുമായ 3000 കിലോ ബ്രെഡ് ക്രംസ്. ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പരിശോധനയിൽ ഉപയോഗത്തിനായി സൂക്ഷിച്ച 500 കിലോ കേടായ ചപ്പാത്തി അടക്കം പിടികൂടി. കോഴിക്കോട് പയ്യോളിയിലാണ് വൻ ഭക്ഷ്യദുരന്തത്തിന് വരെ കാരണമായേക്കാവുന്ന ഭക്ഷണ നിർമ്മാണശാല പ്രവർത്തിച്ചു വന്നത്. പയ്യോളിയിലെ ഷെറിൻ ഫുഡ്സ് എന്ന സ്ഥാപനത്തിലാണ് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥർ പരിശോധന നടത്തി ഗുരുതര നിയമലംഘനം കണ്ടെത്തിയത്. തുടർന്ന് സ്ഥാപനം അടച്ചുപൂട്ടി. പൂത്തതും പഴകിയതുമായ ബ്രെഡുകൾ ശേഖരിച്ചുള്ള കട്ട്ലറ്റ് നിർമ്മാണമാണ് പ്രധാനമായും നടന്നതെന്നും വ്യക്തമായിട്ടുണ്ട്. തികച്ചും ഉപയോഗശൂന്യമായ നിലയിലുള്ള 3000 കിലോ ബ്രെഡ് ക്രംസ്, 500 കിലോ ചപ്പാത്തി എന്നിവയാണ് ഷെറിൻ ഫുഡ്സിൽ നിന്ന് പിടികൂടിയത്. കാലിത്തീറ്റ നിർമ്മാണത്തിനെന്ന് പറഞ്ഞ് ബംഗളൂരുവിൽ നിന്നുൾപ്പെടെ ഇത്തരത്തിൽ ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവന്നിട്ടുള്ളതായി ഉദ്യോഗസ്ഥർ കണ്ടെത്തി. സാമ്പിളുകൾ ശേഖരിച്ച് പരിശോധനാ ഫലം ലഭിച്ചയുടൻ കടുത്ത നടപടികളിലേക്ക് കടക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉദ്യോഗസ്ഥർ പറഞ്ഞു. മലയാളം ടെലിവിഷൻ, കോഴിക്കോട്. നിങ്ങൾക്ക് എത്ര പേർക്കറിയാം നിങ്ങളുടെ കുഞ്ഞിന്റെ ആദ്യ കാതുകുത്ത് പവൻ ഗോൾഡിൽ തികച്ചും സൗജന്യമാണെന്ന്? പവൻ ഗോൾഡ്, തിരൂർ.